ഹലോ, വെൽക്കം ടു രേണുക കറിവള്ളി. ഞാൻ നിങ്ങളുടെ രേണു. രാവിലത്തെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ അടിക്കലും തുടയ്ക്കലും കോലിടലും ഇതെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് ചോറ് കുക്കറിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം വേവാറായിട്ടുണ്ട്. പിന്നെ ഇന്ന് മുളക് വറുത്ത് പുളിയും പയറുപ്പേരിയാണ് ഇന്നത്തെ കറികൾ കേട്ടോ. പ്രത്യേകിച്ച് കുറേ ഒരു കറികളും ആക്കുന്നില്ല. എന്താ വെച്ചാൽ തലേ ദിവസത്തെ കറിയുണ്ട്, പിന്നെ നവരാത്രി തുടങ്ങിയില്ല, അപ്പം ഇനി ബാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെയാണോ നിങ്ങൾ ഉപ്പേരി വയ്ക്കണേന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയിട്ട് അതിന് ശേഷം വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ട് അത് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് പിന്നെ ചെറിയൊരു പച്ചമുളക് കൂടും കേട്ടോ വാട്ടുമ്പോൾ. അതിന് ശേഷം അത് നല്ലോണം വഴണ്ടി വരുമ്പോൾ പയറും ഇട്ട് സിമ്മിൽ ഞാൻ വയ്ക്കും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ പൊത്തി വയ്ക്കും, ചെറിയ തീയിൽ ഇരുമ്പിച്ചിട്ടിയിൽ വയ്ക്കുക. അപ്പം നല്ല ആ ചൂടിൽ തന്നെ നിൽക്കും. അതിന് ശേഷം രണ്ട് കറിവേപ്പില ഇടും. ഇത് ചതയ്ക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇടാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇന്ന് വെച്ചത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഇടാൻ മറന്നു പോയത് കൊണ്ട് മേലെ ഇട്ടു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചതയ്ക്കുമ്പോൾ ഇടാം കേട്ടോ. എന്നിട്ട് ഇതിനെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക. അത് സിമ്മിൽ വെക്കണേ. അങ്ങനെ അത് സിമ്മിലാവട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ അത് അടച്ച് വെച്ചു ജാക്സൺ ഇതിൽ ചൂടാണ് പാത്രത്തിൽ അതിലൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ചെടിയുടെ അവിടേക്ക് വന്ന്. അപ്പോൾ ചെടിയുടെ അവിടെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആകെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, ചെറിയൊരു വീട് വന്നു. പക്ഷേ ചെടികൾ എനിക്ക് വലിയ ഇഷ്ടമായത് കൊണ്ട് ചെടിയുടെ അടുത്തും മീനുകളുടെ അടുത്തും ഞാനിങ്ങനെ വരും. അപ്പോൾ നമ്മുടെ നീലപ്പൂവൊക്കെ നന്നായിട്ട് പൂത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ നിങ്ങൾ 8 മണി പൂവോ 10 മണി പൂവോ പറയില്ലേ, അവർ ഉറങ്ങി എണീക്കാൻ ആയിട്ടില്ല, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പൂവിൻ്റെ ചെടിയുടെ പേരൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. പിന്നെ അതിൻ്റെ തന്നെ വെള്ളയും ഉണ്ട് വയലറ്റും ഉണ്ട്. പിന്നെ ചെമ്പരത്തി കണ്ടില്ലേ, വയലറ്റ് ചെമ്പരത്തി, അതിൽ കുറേ പൂവിട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒന്ന് മടിച്ചിപ്പാറും ഇന്നൊരു പൂവ് ഇട്ടിട്ടുണ്ട്. അതിൽ നാളത്തേക്കുള്ള ഒരു മുട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ വേറെന്തോ ഒരു പേരാ പറയുക, ശവന്നറിയുന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയും. എനിക്ക് ശരിക്കും പേരറിയില്ലേ, ചെടികളുടെ പേരുകളൊന്നും അറിയില്ല. പക്ഷേ ചെടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഏഞ്ചലും ഗപ്പിക്കുട്ടികളൊക്കെ എന്നെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ അവർ മുകളിൽ വന്നിട്ട് മെല്ലെ ഇരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അരുവത്ത് കൂടെ വന്നത്. അവരെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് എന്നെ. അപ്പോൾ അതേ കണ്ടില്ലേ, നിറയെ മീനുകളുണ്ട്. അവർ പ്രസവിക്കുന്നുണ്ട്. അതിൽ പിന്നെ കുറേ കാണുന്നുണ്ട്. ചിലതൊക്കെ അവരെന്നെ തിന്നുകയാണോ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ഉണ്ടായിരുന്നു. നല്ല ചുവപ്പ് കളറുള്ള ഗപ്പിക്കുട്ടിയാണ്, നല്ല രസമാണ്. കളർ മീൻ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം. രാവിലെ ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ടേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ആ പോണ തിരക്കിൽ ആയാലും വന്ന് നോക്കും ഞാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പയറുപ്പേരി അടിപൊളിയായിട്ട് റെഡിയായി. അപ്പോൾ കുടിക്കേണ്ട വെള്ളത്തിൽ ഞാൻ ഏലക്കയാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ മുളക് വറുത്ത് പുളിക്കുള്ള തയ്യാറെടുപ്പിലാണ്. ചീഞ്ചട്ടിയിൽ ഞാൻ ഉലുവയിട്ട് 2 മണി കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് എണ്ണയിലിട്ടിട്ട് വാട്ടുക. വെളിച്ചെണ്ണയിലാന്നേ. അപ്പോൾ ആദ്യം ഉലുവിട്ടു, പിന്നെ കടുകിട്ടു. അതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത് നല്ലോണം ഇട്ട് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/2 ടീസ്പൂണോളം മുളകും, പച്ചമുളക് ഇട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്ര ഇട്ടാൽ മതി. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് പുളി പിഴിഞ്ഞ് വയ്ക്കുക. പുളി പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഇത് ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കണേ. തിളച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ അടിപൊളി ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്